ഹായ് ഫ്രണ്ട്സ്, ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ ഇവൻ്റ് പന്തൽ മേഖലയിലുള്ളവരൊക്കെ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു പിക്സൽ നാഡ കൺട്രോളറാണ്. വളരെയധികം ഫീച്ചേഴ്സ് ഉള്ള, ഇന്ന് വരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺട്രോളറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോകൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ കൺട്രോളറിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് അതിനകത്ത് ഫങ്ഷൻ മാറ്റുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിക്സൽ നാഡയുടെ ഈ ഒരു കൺട്രോളർ പരിചയപ്പെടുത്തുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് മാക്സിമം ആൾക്കാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുള്ളൂ. എൻ്റെ പേര് സുധി. ഞാൻ കൊല്ലം ജില്ലയിലെ LED സെൻറ്റർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളീ കാണുന്ന പിക്സൽ നാഡയിൽ 100 ബൾബാണുള്ളത്. ഈ ഒരു പിക്സൽ നാഡയിലേക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസൈൻ കൊടുക്കാനുള്ള കൺട്രോളറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ 50 ബൾബ് മാത്രമായി സെറ്റ് ചെയ്യാം, 100 ബൾബാക്കിയിട്ട് സെറ്റ് ചെയ്യാം, 150 ബൾബാക്കിയിട്ട് സെറ്റ് ചെയ്യാം. ബൾബുകളുടെ എണ്ണം സെറ്റ് ചെയ്യാം എന്നതിലും ഉപരിയായിട്ട് മറ്റൊരു പ്രത്യേകത ഇതിനകത്തുള്ളത്, നമ്മളുടെ ഒരു നോബ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതിപ്പോൾ വളരെ സ്പീഡിലാണ് ഓടുന്നതെങ്കിൽ ഇതിൻ്റെ സ്പീഡ് എനിക്ക് കുറയ്ക്കാൻ സാധിക്കും. വീണ്ടും എനിക്കിത് റൊട്ടേറ്റ് ചെയ്തിട്ട് സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏറ്റവും ഹൈ സ്പീഡിലാണ് ഇത് കിടക്കുന്നത്. അങ്ങനെ സ്പീഡ് നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് നമുക്ക് കളർ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ഇത് മൾട്ടി കളറിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു കളർ മാത്രം, ആദ്യം നിങ്ങൾ കണ്ടതുപോലെ ചുമപ്പിൽ മാത്രം റൺ ചെയ്യുന്ന പോലെ, പച്ചയിൽ മാത്രം റൺ ചെയ്യുന്ന പോലെ, അങ്ങനെയൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺട്രോളറും അതിൻ്റെ കണക്ഷനും ഡീറ്റെയിൽസും ഒന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കൺട്രോളർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണക്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലുള്ള LED ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു നോബിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് പറ്റുന്നത്. ഈ കൺട്രോളറിനകത്ത് നിന്ന് പുറകിൽ വശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ നാടയിൽ വന്നിട്ടുള്ള SMPS ആണ്. SMPSൽ നിന്ന് നമുക്ക് സപ്ലൈ വന്നിട്ടുണ്ട്. ഈ ഒരു സപ്ലൈ വന്നിട്ട് നാടയിലേക്കും കയറുന്നുണ്ട്, ഈ ഒരു കൺട്രോളറിലേക്കും കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വയറാണ് ഇതിൻ്റെ നെഗറ്റീവ് കൺട്രോളറിനുള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവും കൺട്രോളറിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് വയറും ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് വരുന്നത്. പിന്നീട് ഈ ഒരു വയർ ഇപ്പം ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ഈ ഒരു പച്ച അത് മാറ്റിയിടുകയാണ്. പിന്നെ ഈ ഒരു കണക്ടർ അത് നേരെ കൊണ്ടുവന്ന് LED കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു കൺട്രോളറിൻ്റെ ഒരു മെത്തേഡ്. പിന്നെ ഒരുപാട് LED നമുക്ക് കണക്ട് ചെയ്യാനുള്ള സമയത്ത് ഈ ഒരു കൺട്രോളർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡേറ്റ കോമൺ ആയിട്ട് ഈ ഒരു വയർ ത്രൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് നൽകിയിട്ടുള്ളത്. ഒരുപാട് ബൾബ് വരുമ്പോഴത്തേക്കും അതിനുള്ള കറണ്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു വയറിന് കഴിയില്ല. അപ്പോൾ ഡേറ്റ മാത്രം എടുക്കുക, LED വേണ്ടുന്ന സപ്ലൈ നേരെ കൊടുക്കുക, പവർ സോഴ്സിൽ നിന്ന് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യമേ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ തന്നെ ഈ ഒരു നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്പീഡ് കുറയുകയും കൂടുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത് നോക്കാനുള്ളത്, ഇതിനകത്തുള്ള LED എണ്ണം നമുക്ക് 3 രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒക്കുന്നതാണ്. അത് വന്നിട്ട് 100 LED, 50 LED, 150 LED. നമ്മളിപ്പോൾ 100 LED ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് 50 LED ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യമേ ഈ ഒരു സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പോൾ ആ ഒരു സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് വന്നിട്ട് ഈ ഒരു സിസ്റ്റം ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷമാണ് ഈ ഒരു സ്വിച്ച് ഞാൻ 50 ഇട്ടു. അതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കുകയാണ്. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ 3 LED തെളിയുന്നതായിട്ട് കാണും. അതിനുശേഷം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വർക്ക് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 50 LED വർക്ക് ആവുന്നുള്ളൂ. അങ്ങനെ നമുക്ക് 50 LED, 100 LED, 150 LED ആ ഒരു ലെവലിലേക്ക് ഇതിനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഇനി വീണ്ടും ഞാനിതിനെ 100 സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൺട്രോളർ ഓഫ് ചെയ്യുകയാണ്, പവർ ഓഫ് ചെയ്യുക. ആ ഒരു കൺട്രോളർ പവർ ഓഫ് ചെയ്തപ്പോഴത്തേക്ക് ഡിസൈൻ നിന്നു. വീണ്ടും ഞാനിത് 100 ഇട്ടു. അതിനുശേഷം പവർ ഓൺ ആക്കുകയാണ്. പവർ ഓണായി കഴിയുമ്പോൾ ഈ ആദ്യത്തെ 3 LED വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു തൊട്ടടുത്ത സെക്കൻഡിൽ മുഴുവൻ 100 LED വർക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് LED എണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഓഫ് ചെയ്യാം.
ഓഫ് ചെയ്യുന്ന സമയത്ത് ഓൺ ആക്കുമ്പോൾ തന്നെ ഈ ആദ്യത്തെ 3 LED കത്തുന്നത് കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഈ ഒരു ബട്ടണിലേക്ക് നമ്മുടെ കൈ വെച്ചേക്കുക. ഇപ്പോൾ ഓൺ ആക്കാൻ പോവുകയാണ്. ഓൺ ആക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ ഇത് റെഡിലേക്ക് മാറി കൈ എടുക്കുക. അപ്പോൾ പിന്നെ ഡിസൈൻ വരുന്നതെല്ലാം റെഡിലായിരിക്കും. ഇനി പവർ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയാലും റെഡ് എന്നുള്ള കാര്യം മാറത്തേയില്ല. അതുപോലെ തന്നെ വീണ്ടും ഇനി അടുത്തൊരു നിറത്തിലേക്കാകാൻ വേണ്ടിയിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം ഈ ബട്ടൻ്റെ മുകളിൽ ജസ്റ്റ് കൈ വയ്ക്കുക, പ്രസ് ചെയ്യരുത്. ഓൺ ആക്കുക. ഓൺ ആക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ പ്രസ് ചെയ്യുക. ഇത് പച്ചയായിട്ടുണ്ട്, അങ്ങനെ തന്നെ വിടുക. ഇനി വരുന്ന ഡിസൈൻ മൊത്തം പച്ചയിലുള്ള ഡിസൈൻ ആയിരിക്കും. ഇനി എങ്ങനെയാണിത് RGBയിലാക്കുന്നത് നോക്കാം. അപ്പോൾ തന്നെ ഇവിടേക്ക് വരിക, ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം ഈ ബട്ടൻ്റെ മുകളിൽ കൈ വയ്ക്കുക, വീണ്ടും ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് വീണ്ടും ഇത് പ്രസ് ചെയ്യുക. ഇവിടെ 3 കളർ ഒരുമിച്ച് കത്തുന്ന ഒരവസ്ഥ വരും. ആ ഒരവസ്ഥയിൽ ഇത് വിട്ടേക്കുക. ആ ഒരു സമയത്ത് മൾട്ടി കളറിൽ ഇത് വരുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു നാട നമ്മൾ പല കളറിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഷോപ്പ് വരുന്നത് കൊല്ലം കുണ്ട്രയിലാണ്. ഇവിടുന്ന് എവിടോട്ട് വേണമെങ്കിലും കൊറിയറായിട്ട് പ്രോഡക്റ്റ് അയച്ചു തരാനായിട്ട് കഴിയുന്നതാണ്. നമ്മളുടെ കയ്യിൽ SMBS, LED ഒരുപാട് പ്രോഡക്റ്റുകൾ വേറെയും ഉണ്ട്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാൻ കഴിയുന്നതാണ്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്